ശരത്തുമോന് അതിനുള്ള അധികാരം ഇല്ലേ? അമ്മയ്ക്ക് ഈ വീട്ടിൽ അധികാരമില്ല, പിന്നെയാ ശരത്തുമോൻ. എന്റെ നിത്യമോൾ എണീറ്റ് നടക്കുന്നതിന്റെ പിറ്റേന്ന് ഈ മുറ്റത്ത് മുല്ലപ്പന്തലിൽ ദേവികമ്മയുടെ കല്യാണം. അപ്പൊ എന്റെ മോളുടെ കല്യാണോ? ആദ്യം നിത്യമോളൊന്ന് നാവാനക്കട്ടെ, അത് കഴിഞ്ഞ് തീരുമാനിക്കാം. ആ, നീ എന്താടാ ഈ രാത്രിയില് ഒന്ന് വിളിക്കു പോലും ചെയ്യാതെ ഓടിപ്പാഞ്ഞു വന്നത്? അമ്മേ, ആകെ പ്രശ്നമായി. എന്ത് പ്രശ്നം? ആ ദേവിക സിദ്ധാർത്ഥമായിട്ടുള്ള കല്യാണത്തിന് സമ്മതിച്ചു. നമ്മള് ഇത്ര നാളും കഷ്ടപ്പെട്ടതൊക്കെ വെറുതെ ആവുന്ന ലക്ഷണം. എന്താ അവക്ക് പെട്ടെന്നൊരു മനംമാറ്റം? അമ്മേ, ഇത് പെട്ടെന്നുണ്ടായ മാറ്റമൊന്നും അല്ല. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നില്ലേ, എല്ലാ ആ മനോഹരനും അവളും ആ വക്കീലും ചേർന്നുള്ള കളിയാ. നമ്മള് മണ്ടന്മാരായത് മിച്ചം. അങ്ങനെ മണ്ടിയാവാൻ ഈ പ്രഭാവതിയെ കിട്ടില്ല. എന്റെ കാൽച്ചോട്ടിൽ ഒരു ദിവസമെങ്കിലും ഞാൻ അവളെ കിടത്തും. അതിനുവേണ്ടി മാത്രമാ ഈ പ്രഭാവതി ജീവിക്കുന്നത്. അവളുടെ മുമ്പിൽ തോറ്റു മുട്ടുമടക്കാനാണ് നിന്റെ ഭാവമെങ്കിൽ നിനക്കത് ചെയ്യാം. പക്ഷേ പിന്നെ എനിക്കിങ്ങനൊരു മകനില്ല. മൂത്ത മകനെ വാക്കിരിയിട്ട കൈകൊണ്ട് നിനക്ക് ഞാനൊരു ഇരിക്കപ്പിണ്ടം വയ്ക്കും. അമ്മ അങ്ങനെയൊന്നും ചൊല്ലാതമ്മ. നാവിൽ ഗുളിയം കയറിയ അറും പറ്റും. നീ എന്നെ പഠിപ്പിക്കാനൊന്നും നിൽക്കണ്ട, അകത്ത് പോ. അമ്മേ, ഞാൻ കൂടുതൽ ന്യായങ്ങളൊന്നും വേണ്ട.